6.5 പതിറ്റാണ്ട് മുമ്പ് നടന്നതാണ്. കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 17, 1959. ചൈനീസ് അധിനിവേശത്തെ തുടർന്ന് ഉള്ളിൽ മരണഭയവുമായി ഒരു ജനത രായ്ക്ക് രാമാനം ഹിമാലയൻ മലമടക്കുകളിലൂടെ നാടുവിട്ട നാളുകൾ. കാൽനടയായും കാളപ്പുറത്തും കുതിരപ്പുറത്തുമൊക്കെയായി ലോകത്തിലെ ഏറ്റവും ദുർഘടമായ ഭൂപ്രദേശത്തിലൂടെ 2 ആഴ്ച നീണ്ട യാത്ര. ആ യാത്രക്കാരിൽ ഒരാളായി സാധാരണ പട്ടാളക്കാരന്റെ വേഷത്തിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. 14ാമത്തെ ദലൈലാമ. മാർച്ച് 31, 1959 അവർ ഇന്ത്യൻ അതിർത്തിയിലെത്തി. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലാമയ്ക്കും സംഘത്തിനും ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകുകയാണെന്ന് ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ അഭയവും ടിബറ്റിന്റെ ശബ്ദവുമായി ദലൈലാമ 66 വർഷം പിന്നിടുകയാണ്. കിഴക്കൻ ടിബറ്റിലെ ആംദോ എന്ന കുഗ്രാമത്തിൽ കർഷക കുടുംബത്തിൽ നിന്ന് ലാസയിലെ നോർബുലിംഗ കൊട്ടാരത്തിലേക്കും പിന്നീട് ഇന്ത്യയിലെ ധരംശാലയിൽ പ്രവാസ ഭരണത്തിലേക്കും. ജനനം മുതൽ നവതി വരെയും ദലൈലാമയുടെ യാത്ര വിചിത്രമായ വഴികളിലൂടെയായിരുന്നു.